പൈസയുടെ കോഴ്സ് എങ്ങനെ ഉണ്ടാക്കിയതാ ഇങ്ങനെ പൈസ അവന് പറയാൻ പറ്റുമോ? ഇതാ ഇത് പിന്നാമിയല്ലേ അതായത് ഇങ്ങനെ പൈസ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് ഇത്രമേൽ പൈസ ഉണ്ടാകണം ഇതൊക്കെ മാജിക്കാവും. ഇതൊക്കെ മാജിക്ക് നമുക്കറിയാം അമ്മ ഇതൊക്കെ എന്ത് മാജിക് ആണെന്നുള്ളത്. നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മൾ പാർട്ടിക്ക് ചെയ്യും. അല്ലാതെ നമ്മളെ ഇപ്പൊ എന്തോ നമുക്ക് കോടതി ഉണ്ടല്ലോ, കോടതി കൊടുക്കാനാ. നമ്മളെ പണ്ടും മാമനായിട്ട് എന്തുവാ എന്റെ അച്ഛന്റെ പോലെ ഉള്ള സ്ഥാനത്താണ് നമ്മൾ കണ്ടേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ അച്ഛനും നിങ്ങളുടെ അച്ഛനും കൂടെ സ്നേഹമായിരുന്നു. അമ്മ ഒരാളെ കണ്ടാൽ നമ്മൾ മനസ്സിലാവില്ലയോ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത്? അല്ല നമ്മ മാമന് കണ്ടറിയത്തില്ലല്ലോ അതിന് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇതിനൊക്കെ ശത്രുക്കളാ. ഒരാള് നമുക്ക് പേടിയോടെ നിൽക്കാൻ പറ്റുള്ളൂ. ആണോ അല്ലേ? മാമൻ പറ. മാമൻ ആലോചിച്ച് ഈ ശത്രുക്കളെ എന്റെ അമ്മയോട് കാണിച്ച പോലെ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്നു എന്നോട് ചെയ്ത് മാമൻ കണ്ടിട്ടുണ്ടല്ലോ. മാമൻ അറിയാമല്ലോ. ദിവസവും ആളുകൾ ഓരോ നേതാവിനാണ് ഇപ്പോഴും അവൻ എനിക്ക് എന്തും അവന്റെ പേര് ബിജു നായകനാവുന്നത്. ഹെൽമെറ്റും മാസ്കും ഒക്കെ വെച്ച് ഷർട്ടൊന്നും ഇല്ലാതെ കൈലിയും കൊണ്ട് വന്നാൽ നമ്മുടെ പേരൊക്കെ വീട്ടിലാക്കിയിട്ട് അത് നമ്മളൊക്കെ ഈ എന്തുവന്റെ പേര് ഹരിദാസന്റെ മോൻ അവനാണ് തോന്നുന്നു. അതിനകത്ത് കൈലി മാത്രമേ വിട്ടിട്ടുള്ളൂ. എന്നിട്ട് ഈ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, മാസ്ക് ഉണ്ട്, ഷർട്ടില്ല. ഇത് വന്ന് കല്ലെറിയുക, നമ്മുടെ ചെടിച്ചൊക്കെ എല്ലാത്തിനും ഫോട്ടോ ചെയ്തിട്ടുണ്ട്. ചെടിച്ചൊക്കെ അടിച്ചു പൊട്ടിക്കുക. എന്തോ നമ്മൾ ഇതൊന്നും ചെയ്യുന്നത്? എവിടെ പറഞ്ഞു നമ്മ ഇത്? അവന്റെ സ്വന്തം ചെയ്യുന്നതല്ല, പറഞ്ഞു വിടുന്നതാ. ഇതെല്ലാം ചെയ്തിട്ട് പറഞ്ഞു വിടുക. എന്റെ കല്യാണം എന്റെ കല്യാണം ഇതൊക്കെ ഉയർന്നു മാത്രം അതെന്റെ എന്നെ കാണിച്ചു. പിന്നെ വേറൊന്നുണ്ട്. ഇപ്പൊ മാമന്റെ സ്വഭാവമായിരിക്കത്തില്ല എനിക്ക്. മാമൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവരും പറയും ഞാൻ സംസാരിക്കുന്നതിനകത്ത് എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് അതങ്ങനെയല്ലയോ. ഞാൻ കയ്യുമൊക്കെ എടുത്ത് സംസാരിക്കും, പിന്നെ വേറെ സ്പീഡിൽ സംസാരിക്കും. അതിനൊക്കെ ഓരോരുത്തർക്കും ഇതുപോലെ വരത്തുള്ളൂ. അപ്പൊ മാമൻ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? മാമൻ നടക്കുന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റുമോ? മാമൻ കഴിക്കുന്ന പോലെ എനിക്ക് കഴിക്കാൻ പറ്റുമോ? എല്ലാവരും ദൈവം ഓരോരുത്തരെയും വ്യത്യസ്തമായിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരും ഒരാളെപ്പോഴാണെങ്കിൽ ഈ ലോകം എങ്ങനെ മുന്നോട്ട് പോകും? ഇതൊക്കെ ചിന്തിക്കേണ്ടതാണോ? ഇതൊക്കെ പണ്ട് പോകുന്ന എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 20,000 എത്രയോ രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വരാം. എന്റെ അച്ഛനുള്ളപ്പോൾ തുടങ്ങിയതാ പോക്ക്. പിന്നെ എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞെങ്കിൽ അന്ന് ഇലന്തൂർ വരെ പോയി നിന്ന് അത് വാങ്ങിച്ചത്. അമ്മ ഞാനിത് ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട് കേട്ടോ അമ്മ. ഞാൻ പോയി പൈസ വാങ്ങിക്കാൻ വേണ്ടി പോയി വിടുന്നു വൈകിട്ട് പോയി. അപ്പൊ ഞാൻ വിടുന്നത് അറിയാൻ ഇപ്പൊ ചിലവരൊക്കെ ഈ ഗൾഫിലൊക്കെ പോയി ഭയങ്കര പൈസ ഉണ്ടാക്കിയിട്ട് ചിലവർ ഈ അടുത്തുള്ള അടുത്തൊക്കെ നടക്കുന്നതല്ല. എന്ത് പറയുന്നത്, അവര് വന്ന വഴി നമ്മളെന്നും ഒരുപോലെയാണ്. വന്ന വഴി മാറുന്നിട്ട് നമുക്ക്
മോനെന്തോ എവിടെ പോയി ഞാൻ പോയി വാങ്ങിയിട്ട് നാളായി 7 നാളായി പോയി വാങ്ങി വരാതിരിക്കാനൊക്കെ കണ്ടപ്പോഴേ നമുക്ക് മാമൻ ഇനി ഇതിനകത്തൊന്നും മാമൻ ഇങ്ങനോട് പറയണോ മര്യാദയ്ക്ക് നമ്മളെ കുറിച്ച് പറയാനൊക്കെ പറ്റുന്നു പിന്നെ നമ്മൾ കേസ് കൊടുക്കാനാണ് ഇതിനോട് പറയാനൊന്നും കേസ് കൊടുക്കാനോ മാമൻ പിന്നെ ഇതിനകത്ത് വേറെ വരുന്നത് പറയാനെന്നാ നമ്മൾ പിടിക്കുന്നവരെ പറയാനാ അവൻ പറയാനാ ശരി എന്തോ എന്റെ കുറെ ഉണ്ടോ കയ്യില് ഞാൻ കൂടെ എന്നെ കല്യാണം കഴിക്കാൻ പോയെങ്കിൽ നടത്തേനെ ഞാൻ അമ്മയ്ക്കെത്താം You could have bought a puri and sabji. And you said you like puri sabji, dal roti, why can't you? You could have brought the rice and that in that side. You had something very now we know what I mean. He's asking this one back. ഞാൻ മുത്തിനോട് സംസാരിക്കട്ടെ Mom is saying like nowadays you are not speaking this and that. My mom was saying, okay. Daddy, give her. She want to speak with you, please.